നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോട്ടോപ്പാടം തിരുവിഴാങ്കുന്ന് CPI-UP സ്കൂളിൽ വായന ഹൃദയപൂർവ്വം എന്ന പരിപാടി മുൻ അധ്യാപക അവാർഡ് ജേതാവ് KK വിനോദകുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. വാർത്ത വിശദമായി. കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും അതിപ്രസരണത്തിൽ വായന കുറഞ്ഞുപോയ സാഹചര്യത്തിൽ കുട്ടികളെ വായനയിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുവാനും മത്സരങ്ങളുടെയും വായനയിലൂടെയും കുട്ടികളെ പുസ്തകങ്ങളുമായി സൗഹൃദമൊരുക്കാൻ വേണ്ടി വായന ഹൃദയപൂർവ്വം എന്ന പരിപാടിക്ക് തിരുവിഴാങ്കുന്ന് CPI-UP സ്കൂളിൽ തുടക്കമായി. വായന വാരാഘോഷം കൊണ്ട് സമാപനത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് വിദ്യാർത്ഥിക്ക് വിദ്യാരംഗല സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സമ്മാനം നൽകുന്ന പരിപാടിയാണിത്. വ്യത്യസ്തമായ പരിപാടിയോടൊപ്പം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല പ്രവർത്തനോദ്ഘാടനവും മലയാളം ക്ലബ്ബ് രൂപവൽക്കരണവും വായനാവാരത്തിൻ്റെയും ഉദ്ഘാടനം മുൻ അധ്യാപക അവാർഡ് ജേതാവ് KK വിനോദകുമാർ നിർവഹിച്ചു. വീട്ടിലെ നിസ്സാര പ്രശ്നത്താൽ ചെറിയ കുട്ടികൾ പോലും ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന കാലത്ത് പുസ്തകത്തിലൂടെയുള്ള ആഴത്തിലുള്ള വായന ജീവിതത്തിൽ എന്തിനേയും നേരിടാനുള്ള കഴിവ് ഉണ്ടാകുമെന്ന് വിനോദകുമാർ പറഞ്ഞു. അറിവും ചിന്താശേഷിയും വളർത്തുന്നതിൽ വായനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സൗന്ദര്യാത്ര ദർശിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് മാനേജ്മെൻറ്റ് സ്കൂള് എത്ര ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് നോക്കി കാണുമ്പോൾ അത് പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് കഴിയണമെന്നുള്ളത് കൊണ്ട് ഞാനത് എല്ലായിടത്തും പറയാം, പോകുന്നിടത്തൊക്കെ അത് സൂചിപ്പിക്കാൻ അതെൻ്റെ ഒരു സന്തോഷമാണ്. അത് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ വായനാവാരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസ്സരം അറിയിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം ഭംഗിയായി നടത്താൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഏറെ വിനയപൂർവ്വം ആദരപൂർവ്വം അതും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന ഒരു ചോദ്യം അവിടെ മാഷ് കുറച്ച് സംസാരിക്കുന്നുള്ളൂ. എന്തിനാണ് ഇതെല്ലാം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിദ്യാഭ്യാസ പ്രവർത്തനം ആണിത് രണ്ടും. ഇത് വിദ്യാഭ്യാസ പ്രവർത്തനം പാഠപുസ്തകം പഠിക്കൽ മാത്രമല്ല, അവർ സാമ്പത്തികമായി നല്ല വീട്ടിലെ ആളുകളായിരുന്നു. ഇഷ്ടംപോലെ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ആ കുടുംബത്തിലില്ല. പക്ഷേ ആ കുട്ടി തനിക്ക് ഒരു ചെറിയ TV കാണാനിരിക്കുമ്പോൾ റിമോട്ട് ഇത് കഴിഞ്ഞിട്ട് മതി, ഭക്ഷണം കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഈ കുട്ടി പിണങ്ങിപ്പോകുന്നു. പിന്നെ ആ കുട്ടിയെ കാണാൻ സാധിച്ചിട്ടില്ല. കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും കുട്ടി പഠനത്തിന് മിടുക്കരായാൽ പോരാ, ജീവിതത്തെ നേരിടാൻ കഴിയണം, നല്ല കഴിവുള്ളവരായിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്കുള്ളതാണ്, അച്ഛനുള്ളതാണ്, അമ്മയ്ക്കുള്ളതാണ്, നാടിനുള്ളതാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ളതാണ്, എല്ലാവർക്കും ചേർന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ വളർച്ചയെ എല്ലാവരും നോക്കിക്കാണുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്ത പരീക്ഷ എഴുതിയ 32 കുട്ടികൾക്കും USS പരീക്ഷ ലഭിച്ചപ്പോൾ ഇവിടുത്തെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അത് നിങ്ങളുടെ പ്രധാനാധ്യാപകനും മാനേജറും എല്ലാം അതിലുണ്ടായിരുന്നു. മാനേജർ സ്വന്തം ചെലവിൽ കുട്ടികളെ ടൂറ് കൊണ്ടുപോകുക എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മറ്റൊരിടത്ത് കാണാത്തതാണിതും കേൾക്കാത്തതുമാണ്. എന്തുകൊണ്ടാണത്? ഈ സ്ഥാപനത്തിലെ കുട്ടികളോട് അവർ കാണിക്കുന്ന അദമ്യമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. എന്താണ്? നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും പരിവർത്തനം കൊണ്ടും നല്ല മക്കളായിട്ട് മാറുക. പണ്ട് നാട്ടിലൊരു ചൊല്ലിട്ട്, കുട്ടികൾ പോണ വഴിക്ക് വികൃതി അടിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഉടൻ തന്നെ പ്രായമായ ഒരാളെ കണ്ടതെങ്കിൽ ചോദിക്കും, നീ എവിടെയാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുക. എവിടെയാണ് നീ പഠിക്കുന്നത് എന്ന് ചോദിക്കും. ഈ പഠിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ തിരുവിഴാങ്കുന്നിലാണ് ഞാൻ പഠിക്കുന്നത്, CPI-UP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. CP ഉമ്മർ ഹാജി പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അപങ്കുരം പിടിച്ചു നിർത്താൻ കേൾപ്പിട്ടതായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും വ്യതിരക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം, രക്ഷിതാക്കൾക്കും സമൂഹത്തിനും കഴിയണം. അങ്ങനെ നമ്മൾ വ്യതിരക്തമായി മാറണം. ആ മാറുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല കഴിവുള്ള കുട്ടികളായി മാറുന്നത്, പരിവർത്തനത്തിന് വിധേയ ആയ കുട്ടികളായി വരുന്നത് എന്ന് പറയുന്നത്.
ചടങ്ങിൽ സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു P വർഗീസ്, റഹിയാനത്ത്, രജിത് ജോസ് എന്നിവർ സംസാരിച്ചു. ആരിക കവിതാലാപനം നടത്തി. വിളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു ചമ്മന്തി, അത്രമാത്രം. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. വല്ലാതെയുള്ള വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നു ഞാൻ നടിച്ചു. ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരുണ്ണിയാൽ എണ്ടുമാറുണ്ടെന്നിൻ വീട്ടിലെന്നെ. എങ്കിലും തീന്മേശ വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു. പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിന്റെ പിൻപുറത്ത്. കഥാരചന മത്സരം, അക്ഷരവൃക്ഷം നിർമ്മാണം എന്നിവയും ഉണ്ടായി. പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ സ്വാഗതവും വിദ്യാരംഗ കൺവീനർ ജയചന്ദ്രൻ ചത്തലൂർ നന്ദിയും പറഞ്ഞു.